എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ വളരെ നന്നായി സമാപിച്ചിരിക്കുകയാണ്. ശ്രീമതി ആശാനാഥ്, കരിമം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ആശാനാഥിനെയാണ് ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂന്നാമത് തവണയാണ് ആശാനാഥ് കോർപ്പറേഷനിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെത്തുന്നത്. തീർച്ചയായിട്ടും ആശാനാഥിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കോർപ്പറേഷനിലെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ മികച്ച സംഭാവനകളാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരുമായിട്ട് ചുരുങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെ നികുതി വരുമാനം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടുവാനുണ്ട്. ചിലരൊക്കെ തന്നെ നികുതി അടയ്ക്കുവാനുണ്ട്. മറ്റു പലതും കേസുകളായി കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. ഇക്കാര്യങ്ങൾ അടിയന്തരമായി പുതിയ ഭരണസമിതി പരിശോധിക്കും. കോർപ്പറേഷൻ്റെ വരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കുവാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ വരുമാന ചോർച്ച തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ വാഹനങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും പറഞ്ഞിരുന്നു, കോർപ്പറേഷൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കാര്യമായ രീതിയിലുള്ള ക്രമക്കേടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആ വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുവാനും ഉപയോഗിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ CPM-ന്റെ സംസാരിച്ചിരുന്നു. കളക്ടർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചട്ടവിരുദ്ധമായാണ്, ജനാധിപത്യ വിരുദ്ധമായാണ് ഈ രണ്ട് വോട്ടെടുപ്പ് നടന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും എന്നതാണ് അവർ. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കളക്ടറാണോ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്നത്? ആണോ? CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ദീപക് അതിന് മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയോട് ചോദിക്കണം, ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കളക്ടറെയാണോ താങ്കൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ക്യാപിറ്റൽ നിയമിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയോട് ദീപക് ചോദിക്കുക. അതിന് മറുപടി കിട്ടിയ ശേഷം ഞാൻ ബാക്കി പറയാം. ഓക്കെ.